പേര് പറഞ്ഞു. എന്റെ പേര് മുഹമ്മദ് ബഷീർ, നാട് കോട്ടക്കലാണ്. ഞാന് ഇവിടെ ഈ വലത് ഭാഗത്തുള്ള പ്രസംഗത്തില് കുറെ ഈ ഉസ്താദന്മാരൊന്നും ഇരുന്നാ മതി. ആ കുട്ടി ചോദിക്കുന്നുണ്ടില്ലേ, ആ ഉസ്താദന്മാർ ഇരുന്നാ മതി. ആ ബഹളം ഉണ്ടാക്കുന്ന 1, 2, 3, 4 ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ശാന്തമായി കേൾക്കുകയാണ്. ഈ വലത് ഭാഗത്തുള്ള ആളുകൾ, ഈ കിതാബ് എടുത്ത മുസ്ലിയാരടക്കം അവിടെ ഇരുന്നാ മതി. ഈ മുസ്ലിയാർ അതന്നെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന മുസ്ലിയാർ അവിടെ ഇരിക്കും മുസ്ലിയാരെ. ആ മുസ്ലിയാർ കൂടി ഇരിക്കാം. ആ മുസ്ലിയാർ ഇരിക്കേ. അല്ലെ കുറച്ചാൾ മാറി തളി, സ്ഥലല്ലേ കുറച്ചാൾ മാറി തളി. മോനെ ചോദിക്കേ. ഞാൻ പ്രസംഗത്തില് മൗലിദിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ അമലുൽ മൗലിദ് എന്നുള്ളതിനെ അനുകൂലിച്ച് ഹാവിയിലും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നത് ഞാൻ കേട്ടു. അതുപോലെ തന്നെ ചിലർ എതിർത്തതായി, അഥവാ ഫാക്കിഹാനി ഇമാമിനെ പോലെ എതിർത്തതായി ഞാൻ കേട്ടു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫാക്കിഹാനി ഇമാമിനെ പോലെ എതിർത്തവരെ ശരിയാക്കിയിട്ട് അവർ പറഞ്ഞത് ശരിയല്ല എന്ന് അല്ല, അതിന് അസ്ലുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് സുയൂത്തി ഇമാമും ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും ചെയ്യുന്നത്. അപ്പോ ഇനിയും അതിന് അസ്ലില്ല എന്ന് പറയുന്ന നിങ്ങളെയാണോ അസ്ലുണ്ട് എന്ന് പറഞ്ഞ് അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെയും സുയൂത്തി ഇമാമിനെയുമാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ്. അല്ലാഹു അക്ബർ, നല്ല ചോദ്യം. ഇങ്ങനെ ചോദിക്കും മുസ്ലിം, ഇങ്ങനെ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. ശരി, 1ാം നമ്പർ ചോദ്യം അങ്ങനെ ചോദിക്കേണ്ടത്. അപ്പൊ ഭാവിയുണ്ട്, ഇൻഷാ അല്ലാഹ് മെച്ചപ്പെടും. അപ്പൊ ഇനി ഇതിൽ ആരെ സ്വീകരിക്കണം എന്നാണ്. ആരെ സ്വീകരിക്കണം? അസുര ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞോട് മാത്രം അസുരാവൂലല്ലോ. നേരത്തെ അസുര ഉണ്ടെങ്കിൽ ആ അസുര ഉണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ശരി നമ്മൾ സ്വീകരിക്കുകയും വേണം. അസുര ഉണ്ടെങ്കിൽ പിന്നെ അസുരുണ്ട് ആരെ പറഞ്ഞു ചോദിക്കേണ്ട ആവശ്യമില്ല. സാധാരണ മൂലമാ ചോദിക്കുമല്ലോ, ആയിഷാബി വള്ളി പോയോ, ഫാത്തിമാബി വള്ളി പോയോ, അതിന്റെ ആവശ്യമില്ല. കണ്ട അസുരുണ്ട്. അപ്പൊ അസുരുള്ളൊരു കാര്യം ഇനി മറ്റാള് പറഞ്ഞേക്കണോ ഇയാള് പറഞ്ഞേക്കണോ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അസുരുണ്ട് എന്ന് പറഞ്ഞവർ എന്താ അസുര പറഞ്ഞത്? താങ്കൾ പറഞ്ഞ അൽ മഖ്സദ് ഫി അമലിൽ മൗലിദി, മുസ്ലിം മഖ്സദ് ഫി അമലിൽ മൗലിദി എന്നതിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞ അസുര എന്താ? അള്ളാഹുവിന്റെ റസൂല് തനിക്ക് വേണ്ടി അഖീഖത്ത് നടത്തു എന്നാണ് സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞത്. സുയൂത്തി പറഞ്ഞ അത്രയേ ഉള്ളൂ, അതിന് മുമ്പ് പറഞ്ഞ അത് അസ്കലാന്റെതാണ്. അത് അസ്കലാന്റെ മുസ്ലിയാരെ ഞങ്ങളെന്താ ബേജാറാണ്. സുയൂത്തി ഇമാം അത്രേ പറഞ്ഞിട്ടുള്ളൂ. സുയൂത്തി ഇമാം അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ സുയൂത്തി ഇമാമാണ് പറഞ്ഞത് ثم تبين لي تخريجه على اصل ثانٍ എന്ന് പറഞ്ഞിട്ടാണ് സുയൂത്തി ഇമാം പറഞ്ഞത്. അത് അത്രയേ ഉള്ളൂ. അപ്പൊ സുയൂത്തി ഇമാം പറഞ്ഞ അസ്ൽ എന്താണ്? അഖ്ക അൻ നഫ്സിഹി, അല്ലാഹുവിന്റെ റസൂല് തനിക്ക് വേണ്ടി അഖീഖത്ത് നടത്തു എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിച്ചൊരു ഹദീസ്, അതാണ് അസ്ലായി പിടിച്ചത്. അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നു ഒരു ദിർഹം ചെലവഴിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന അസ്ല അല്ല പിടിച്ചത്. അവിടെ നിങ്ങൾ അസ്ല പോലെയുള്ളത്, നിങ്ങൾ അസ്ല അതാണല്ലോ. നബിദിനം ആഘോഷിക്കാൻ സലാഹുദ്ദീൻ മുസ്ലിയാരെ കേൾക്കി, സലാഹുദ്ദീൻ മുസ്ലിയാരെ കേൾക്കി. അപ്പൊ ഈ സലാഹുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ള സലാഹുദ്ദീൻ മുസ്ലിയാക്കന്മാർ അടക്കമുള്ള മുസ്ലിയാക്കന്മാര് ഇതിന് പറഞ്ഞ അസ്ൽ എന്താ? ഒന്ന് സൂറത്ത് യൂനുസിലെ ആയത്ത്, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് അസ്ലായി പറയുന്നു. അത് ഇവരാരും പറഞ്ഞില്ല. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്താണ് അസ്ലി എന്ന് സുയൂത്തിയും പറഞ്ഞില്ല. അതേപോലെ സദീഖുൽ അക്ബർ പറഞ്ഞിട്ടുണ്ട്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്ന് സദീഖുൽ അക്ബർ പറഞ്ഞിട്ടുണ്ട് എന്ന് അസ്ലും പറഞ്ഞില്ല. ഉമർ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് അസ്ലും പറഞ്ഞില്ല. 4 ഖലീഫമാരുടെ പേരും പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതല്ലേ അസ്ല്? ആ അസ്ലില്ല. പിന്നെ ഉള്ള അസ്ൽ എന്താ? നബി അടിസ്ഥാനമുണ്ട്, അസ്ലുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞവർ തന്നെയും പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ റസൂൽ തനിക്ക് വേണ്ടി അഖീഖത്ത് നടത്തിയിട്ടുണ്ട്. ആ ഹദീസ് ആവട്ടെ സ്വഹീഹല്ല, പോട്ടെ. ഈ സ്വഹീഹാണെങ്കിൽ പോലും എന്താണുള്ളത്? സ്വഹീഹാണെങ്കിൽ പോലും നബി തങ്ങൾ തനിക്ക് വേണ്ടി അഖീഖത്ത് നടത്തു. അതെന്താ തെളിവാകാം? ഈ മുസ്ലിയാക്കന്മാർക്ക് ഓൾക്ക് വേണ്ടി അഖീഖത്ത് നടക്കാം. അത് തെളിവാവല്ല. എന്താ
നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി ഹഖീഖത്തർക്കാൻ തെളിവാകുമെന്നല്ലാതെ അതെങ്ങനെ നബിദിനം ആഘോഷിക്കാൻ തെളിവാകാം? അതുകൊണ്ട് അങ്ങനെ അസ്ൽ ഉണ്ട് എന്നൊരു കിതാബ് കണ്ടോളൂ മാത്രം അത് അസ്ലാവുകയില്ല. അതുകൊണ്ടാണ് ഇമാം ഫാക്കിഹാനി എന്ത് പറഞ്ഞത്? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. അല്ലാഹുവിന്റെ കിതാബിലോ നബിയുടെ സുന്നത്തിലോ ഒരു അസ്ലായി എനിക്കറിയില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഉലമാക്കളിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഏത് ഉലമാക്കള്? അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സിഖുന ബി ആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികളെ കാൽപാദങ്ങൾ പിൻപറ്റുന്ന മാതൃകാ യോഗ്യരായ ഉലമാക്കൾ ആരും ചെയ്തിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, എന്നാൽ അത് ബിദ്അത്താകുന്നു എന്ന് മാത്രമല്ല, അഹദസഹൽ ബത്വാലൂന, ചില ബാത്രീകളാണ് പുതുതായി ഉണ്ടാക്കിയത്. വശഹവതു നഫ്സിൻ, ഇടങ്ങാറുണ്ടാകും. വശഹവതു നഫ്സിൻ, ദേഹേച്ഛക്കാർ, സ്വാർത്ഥ താല്പര്യക്കാരാണ് ഇതുണ്ടാക്കിയത്. വഅ്തനാ ബിഹൽ അക്കാലൂൻ, ചില അക്കാലികള് ചില ശാപ്പാട്ട് വീരന്മാരാണ് ഇത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? അല്ലാമാ ഫാക്കിഹാനി എന്താ പറഞ്ഞത്? വഅ്തനാ ബിഹൽ അക്കാലൂൻ, ചില തീറ്റക്കുതിയന്മാർ, ചില ശാപ്പാട്ട് വീരന്മാർ ഇത് കുറ്റിയറ്റ് പോകാതെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് ഈ കിതാബില്. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ഇതിന് അസ്ലില്ലാന്നും കിട്ടി, 3 നൂറ്റാണ്ടിൽ ഇല്ല എന്നും മനസ്സിലായി, സ്വഹാബിമാർ ചെയ്തിട്ടില്ല എന്നും കിട്ടി, തീറ്റക്കുതിയന്മാർ കൊണ്ടെടുക്കാൻ ഏർപ്പാടാണ് എന്നും കിട്ടി. അതോടൊപ്പം ഒരുപാട് വിഷയങ്ങൾ. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. ഒറ്റ കാര്യം, ഇത് കേൾക്കേണ്ടതാണ്. ഇത് നിങ്ങൾ കേൾക്കേണ്ടതാ, കേൾക്കാൻ കഴിയൂല. ഇത് കേൾക്കാൻ കഴിയും. ഇതെന്താ അറിയോ? നിങ്ങളെ മുസ്ലിയാര് കൃത്രിമങ്കാട്ടി മാറ്റി എഴുതിയ കിതാബിന് അസ്ലി കോപ്പി. നിങ്ങളെ മുസ്ലിയാർ കൃത്രിമം കാണിച്ച കിതാബിന് അസ്ലി കോപ്പി. ഖുത്ബത്തുൻ നുബാത്തത്തുൽ മിസ്രിയ്യ. ഈ കെ സുന്നി ഇപ്പോഴും ഇതിന്റെ അസ്ലി ഓതിക്കൊണ്ടിരിക്കുന്നു. എ പി സുന്നികൾ മാറ്റി ഇങ്ങനെയാക്കി മാറ്റി. ഇതാണ് ഒറിജിനൽ. ഈ കെ പള്ളിക്ക് ഇപ്പോഴും ഈ അസ്ലി, എ പി പള്ളിക്ക് ഇത് മാറ്റി. ഇതാര് മാറ്റി? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. അപ്പൊ ഇതില് പറയാ ഇതിലെന്ത് പറയാ? ശരി, അൽഹംദുലില്ലാ. അവിടുന്ന് കുത്ത് മനസ്സിലാവില്ല, ഇവിടെ മനസ്സിലാക്കിക്കോളി. എന്താ പറഞ്ഞത്? ഇത്തരം മാസത്തിലാണ് കൂട്ടരെ അല്ലാഹു റസൂൽ വഫാത്തായത്. അതുകൊണ്ട് നമ്മുടെ ഖതീബ് ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച നമ്മളെ ഖതീബ് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അന്ന് ഫാത്തിമ ബീവി കരഞ്ഞിട്ടുണ്ട്, അന്ന് ആയിഷ ബീവി കരഞ്ഞിട്ടുണ്ട്, അന്ന് ഹസൻ ഹുസൈൻ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫൽ വഅയ്യു തുർഫിൻ അലൈഹി മാദമൽ. ഖുത്ബൊന്നും ഉണ്ടാൻ പാടില്ല. വർത്താനം പറഞ്ഞാൽ പിഴച്ചു പോയി എന്നാണ് നിങ്ങൾ അവിടെ വാളം പിടിച്ച് പറയണത്. അപ്പൊ ഖുത്ബയാണ് മിണ്ടല്. എന്താ പറഞ്ഞത്? അന്ന് ഫാത്തിമ ബീവി കരഞ്ഞു, അന്ന് ആയിഷ ബീവി കരഞ്ഞു. വജാഅൽ ഹസൻ വൽ ഹുസൈൻ ബാക്കിയൈനി യാ ജദ്ദാ. ഹസൻ ഹുസൈൻ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫൽ വഅയ്യു ദംഇൻ അലൈഹി വഅയ്യു തുർഫിൻ അലൈഹി മാദമൽ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസൽ വഅയ്യു അസാഇൻ ലിബുർദിഹി മംതനൽ. നമ്മളെ സുന്നിപ്പള്ളിക്ക് ഒരു ഖുത്ബയാണ് കൂട്ടരെ. ഉസ്താദ് ചോദിക്കുകയാണ്, ആരാ കരയാതിരിക്കുക? ആർക്കാ ദുഃഖമില്ലാതിരിക്കുക? ആരാ വേദനിക്കാതിരിക്കുക? റബീഉൽ അവ്വൽ 12 വരുമ്പോൾ, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആരാ കരയാതിരിക്കുക? ആരാ ദുഃഖിക്കാതിരിക്കുക? ആരാ വേദനിക്കാതിരിക്കുക എന്ന് സുന്നിപ്പള്ളിയിൽ നിന്ന് റബീഉൽ അവ്വൽ 11 ഖതീബ് ഓതി. നെല്ലിക്കുത്ത് മുസ്ലിയാർ മാറ്റിമറിച്ചു ആ ഖുത്ബയെ. അതുകൊണ്ട് അതിലും വ്യക്തമാണ് ഇങ്ങനെ ഏർപ്പാടില്ല. അതുകൊണ്ട് ഫാക്കിഹാനി പറഞ്ഞ പോലെ ഒന്നുകിൽ ഹറാം അല്ലെങ്കിൽ കറാഹത്ത്.